തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളയിച്ച് കാവുംപുറം പൊന്മാൻകുഴി വീട്ടിൽ സുബ്രഹ്മണ്യൻ. വളാഞ്ചേരി കാവുംപുറത്തെ ഒരേക്കറോളം സ്ഥലത്ത് നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. പ്രിയപ്പെട്ട ഒരു നല്ല കർഷകൻ സുബ്രഹ്മണ്യന് ഇവിടെ ഈ മണ്ണിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. 4 ഐറ്റം തണ്ണിമത്തനാണ് ഇവിടെ ഇന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സാധാരണ കൗൺസിലർ ഇവിടെ ഉണ്ട്, അതുപോലെ കൃഷി ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫുണ്ട്, മറ്റു കർഷക സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഉണ്ട്. 4 ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഏറ്റവും മാർക്കറ്റിൽ കിട്ടാൻ കഴിയാത്ത സാധാരണ ഒരു റെഡ് ഐറ്റം മാത്രമാണ് കിട്ടൽ. ഇപ്പോൾ ഓറഞ്ച്, അതുപോലെ യെല്ലോ ഐറ്റംസും അതുപോലെയുള്ള 4 ഐറ്റം തണ്ണിമത്തനാണ് ഇവിടെ വിളവെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏകദേശം 1 ഏക്കറിൻ്റെ അടുത്ത് വരുന്ന സ്ഥലത്താണിത് സുബ്രഹ്മണ്യൻ ഈ കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷത്തിലും അതിന് മുന്നത്തെ വർഷത്തിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ വാഴക്കുല, മറ്റ് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിരുന്നു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അറിയാം, അത് വിത്ത് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി അത് വിളവെടുപ്പുന്ന വരെയും ആശങ്കയിലാണ്. പക്ഷേ ഇവിടെ ആ ആശങ്കക്കൊന്നും ഒരു ഇതുമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ തണ്ണിമത്തൻ വളർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ മുതൽ റമദാൻ മാസം ആരംഭിക്കുമ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട്സും കൂടിയാണ് തണ്ണിമത്തൻ എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകൾക്കും കൂടി ഏറെ ഉപകാരപ്രദമാകും. തീർച്ചയായിട്ടും ഇവിടെ ഫാമിൽ ഇവിടെ വന്നിട്ട് നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാളുകളിലൊക്കെ ഇതിൻ്റെ ഈ 4 ഐറ്റംസും ഇന്നു മുതൽ ആളുകൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും അത് നമുക്കേറെ മനസ്സിന് കുളിർമയേകുന്ന ഒരു ദിനത്തിലാണ് നമ്മൾ ഇന്നൊക്കെ ഉള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കത് അറിയാം, അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിലാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം, വെള്ളവും അതുപോലെ മറ്റു മൃഗങ്ങളിൽ നിന്നുമൊക്കെ പറയാം, അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഇത്തരം രീതിയിൽ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും സുബ്രഹ്മണ്യൻ ഇനിയും നല്ല രീതിയിൽ ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കാസ, യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച്, ആരോഹി തുടങ്ങിയ 4 ഇനം വെറൈറ്റി തണ്ണിമത്തനാണ് കൃഷി ഇറക്കിയിട്ടുള്ളതെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. ഞാനിപ്പോൾ ഈ തണ്ണിമത്തൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 20 വർഷത്തോളമായി ഇവിടെ സ്ഥിരമായിട്ട് കൃഷി പല രീതിയിലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ 1 ഏക്കറിൻ്റെ താഴത്ത് ഭാഗത്തൊക്കെ ഉണ്ട്, 1 ഏക്കറിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ സാധനം തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4 വെറൈറ്റികൾ തണ്ണിമത്തൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുക്കാസ, ഓറഞ്ച് മഞ്ച്, യെല്ലോ മഞ്ച്, ആരോഹി യെല്ലോ, അങ്ങനെ 4 ഐറ്റം ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഇന്ന് വിളവെടുപ്പാണ്. ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും കൂടി ഇതിന് വിളവെടുപ്പ് നടത്തി. അത് വളരെ നന്നായി. അപ്പോൾ അതിന് ഇത് വിറ്റൊഴിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും കൂടി അതിന് സഹായിച്ചിട്ട് ഒക്കെ ചെയ്തില്ല. വിളവെടുപ്പിന് ശേഷമുള്ള വിപണിയെക്കുറിച്ചുള്ള ആശങ്ക കർഷകൻ നഗരസഭാ ചെയർമാനോട് പറയുകയും ചെയർമാൻ അതിനുള്ള പരിഹാരം കാണുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിന് സമീപത്തായി കുടുംബശ്രീയുടെ സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ തണ്ണിമത്തൻ കച്ചവടം ചെയ്യാനുള്ള അവസരമൊരുക്കുമെന്നും ചെയർമാൻ കർഷകന് ഉറപ്പു നൽകി. കൊണ്ടുപോയിട്ട് വിൽപ്പനയാണ് സാധാരണ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഈ കൃഷികളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യല്. അത് ഇതുമാതിരി പൂളുണ്ടാക്കിയിട്ട് വിറ്റൊഴിക്കാൻ മാർഗ്ഗമൊന്നുമില്ലായിട്ട് കൂടെ പ്രയാസപ്പെട്ട് എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി വിറ്റൊഴിക്കൽ. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അതിപ്പോഴത്തെ ഞാൻ ചെയ്യുന്ന കൃഷിയൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരാളെ നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ടൗൺ ഹാളിലേക്ക് കയറിനോടത്ത് വേണമെങ്കിൽ നമുക്ക് നിൽക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ. ഇനി അതല്ല, ഇനി അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ബാക്കിൽ അവിടെ പിന്നെ അങ്ങനെ ആൾക്കാർ വരാൻ ഇതില്ല. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അവിടെ ഒരു സെൻറ്റർ ഉണ്ട് കുടുംബശ്രീയുടെ, അതിൽ കൊടുത്താലും മതി. നിങ്ങൾ അതിൽ കൊടുത്തിട്ട് അവിടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരാം. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ടൗൺ ആൾക്കാണ് കയറില്ല. അപ്പോൾ കയറിനോടത്തുണ്ട് കുടുംബശ്രീയുടെ ഒരു സെൻറ്റർ ഉണ്ട്. ചെറിയ അച്ചാറ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇതിൽ കുറച്ച് വെച്ചോളി, അവരോട് ഞാൻ പറയാം.
2 ദിവസം നോക്കിയിട്ട് ഒരു 10-20 ആദ്യം കൊണ്ടുവെക്കുക. എന്താണ് സ്ഥിതി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പോവാം. കുടുംബശ്രീക്കാരും തന്നെ ഓരോന്ത് ചെയ്തോളും, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് അവർ കൊടുത്തോളും. അപ്പോൾ കൊടുക്കുമ്പോൾ കുടുംബശ്രീക്കാരും നഗരസഭാ കൗൺസിലർ സദാനന്ദൻ കോട്ടേരി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥരായ ഇബ്രാഹിം, മൻസൂർ, അരുൺകുമാർ തുടങ്ങിയവരും പ്രദേശത്തെ കർഷകരും ചടങ്ങിൽ സംബന്ധിച്ചു.